സാഹചര്യം എല്ലാവരെയും മനസ്സിലാക്കാൻ സഹായിക്കും. എന്നാൽ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ വിജയത്തെ തലയിൽ കയറാനും നമ്മുടെ പരാജയത്തെ ഹൃദയത്തിൽ കയറാനും ഒരിക്കലും അനുവദിക്കരുത്. രണ്ടും നമ്മുടെ നാശത്തിന് കാരണമാകും. പോകേണ്ടവർ പോകും. നമ്മുടെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നവരാണെങ്കിലും നമ്മൾ ക്ഷണിച്ചു വരുത്തിയവരാണെങ്കിലും. മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകൾ മാത്രമല്ല, ചിലപ്പോൾ പിന്നോട്ട് വയ്ക്കുന്ന ചുവടുകളും നമ്മെ വിജയത്തിലേക്ക് നയിക്കും. സുഖം തേടി പോയവർക്ക് ആർക്കും സുഖമായി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കാരണം ഒരാൾ കരയേണ്ടി വന്നാൽ ഓർത്തു വച്ചോളൂ, അതിൻ്റെ 2 ഇരട്ടി കരയേണ്ട കാലം നമുക്കുമുണ്ടാകും. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം നൽകുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. ആരിൽ നിന്നും അധികമൊന്നും ആശിക്കരുത്. കാരണം ആശയുടെ പലിശ എത്ര അടച്ചാലും തീരാത്ത നിരാശ മാത്രമായിരിക്കും. നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന സങ്കടങ്ങളൊക്കെ ചിലർക്ക് വെറും തമാശ മാത്രമായിരിക്കും. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിച്ച വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാവൂ. കഴിഞ്ഞു പോയതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ട് പോയതൊന്നും നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റൊരാളെ ആശ്രയിക്കരുത്. കള്ളം പറയാനും നല്ലതുപോലെ അഭിനയിക്കാനും അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വില അറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാകും. ചില ബന്ധങ്ങളും അതുപോലെയാണ്. തൊട്ടാവാടി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര പ്രാവശ്യം തളർന്നു പോയാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും കരുത്തോടെ ഉയർത്തെണീക്കും. അതുപോലെയാണ് നമ്മളും. തളർന്നു പോകുന്നതല്ല പരാജയം, വീണ്ടെടുക്കാതിരിക്കുന്നതാണ് പരാജയം. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാകൂ, ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം മാത്രം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. മൗനം, അത് ചിലപ്പോൾ നമുക്കൊരു മിത്രത്തെ തരില്ലായിരിക്കാം, പക്ഷെ ഒരിക്കലും ഒരു ശത്രുവിനെ നൽകില്ല. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക, മറ്റ് ആരെങ്കിലും നിന്നാവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും.